ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങളുടെ വലിയ പള്ളിയിലേക്ക് പോകണം. അപ്പൊ കുറച്ച് ഇത്തിരി വഴിയുണ്ട് അങ്ങോട്ട്. അപ്പൊ എന്തായാലും നമുക്ക് പോയാലോ? അപ്പൊ നമ്മൾ പള്ളിയിലെത്തിയില്ലേ? അവന് പള്ളിയിൽ പോയൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ സൂട്ടി, ഞങ്ങൾ രണ്ടാളുള്ളൂ കേട്ടോ അങ്ങോട്ട്. ടാറ്റാ. അപ്പൊ കുർബാനയൊക്കെ കഴിഞ്ഞോട്ടെ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ ഐസക്കുട്ടിക്ക് ഒരു 1 hour ക്ലാസ് ഉണ്ട് അവിടെ പള്ളിയിൽ. അപ്പൊ അവളത് ക്ലാസ് കേൾക്കാൻ ഇരിക്കുക. അത് കഴിഞ്ഞ് അവളെ കൊണ്ടുവരണം. അപ്പൊ ഓക്കെ, നമ്മൾ വീട്ടിലെത്തി. അപ്പൊ ഇനി ചായ കുടിക്കട്ടെ. വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചായ കുടിക്കാം. അപ്പോൾ ഇസയും റോസും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു കുഞ്ഞു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ബ്ലോഗിലോട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു സബ്ജക്ട്, പഠിച്ചതിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന സബ്ജക്ട് മാത്സ് ആയിരിക്കും അല്ലെ? വീട്ടിലായാലും പുറത്തായാലും, നമ്മൾ ഷോപ്പിങ്ങിന് പോയാലും, വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും കുക്കിംഗ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഓരോ നിമിഷത്തിലും നമ്മൾ മാത്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറുപ്പത്തിലെ തൊട്ട് പഠിക്കാൻ ഏറ്റവും ടഫുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ് എന്ന് പറയുന്നത്. എനിക്കും ആയാലും അത് ഏറ്റവും അടുപ്പ് തോന്നിയിട്ടുള്ളതും ഇഷ്ടമില്ലാത്തതും ഏറ്റവും പേടി തോന്നാറുള്ളതും മാത്സ് എക്സാമിനാണ്. മക്കളെ പഠിപ്പിക്കുകയായാലും അതിന്റെ ആ ഒരു ടെക്നിക്സ് മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നാറുണ്ടായിരുന്നു കേട്ടോ മുൻപൊക്കെ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടുപിടിച്ചത്, അതായത് ക്യൂബ് മാത്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇത് കുട്ടികൾക്ക് മാത്സ് പഠിക്കാനുള്ള, വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ മുൻപും ഇവരുടെ കാര്യം ഷെയർ ചെയ്തിരുന്നു. പലരും ട്രൈ ചെയ്ത് നന്നായി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ക്യൂബ് മാത്സിൽ മെയിൻ ആയിട്ടും KG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ആയിട്ട് മാത്സും കോഡിംഗ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അത് മാത്രമല്ല, നമുക്ക് ഏതൊരു സ്ഥലത്ത്, അതായത് 20ൽ പരം സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് ഇവര് കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിലെ സിലബസ് അനുസരിച്ചാണ് അവർ കോഴ്സസ് കൊടുക്കുന്നതാണ് പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു ടീച്ചറും ഒരു കുട്ടിയും അങ്ങനെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതും ലൈവ് സെഷൻസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതും വളരെ നല്ലൊരു കാര്യമാണ്. കുട്ടികൾക്ക് പേഴ്സണലായി ആയിട്ട് ക്ലാസ് എടുക്കാന്ന് കിട്ടാന്ന് പറയുന്നത് വെറുതെ വീഡിയോസ് പോലെയല്ല. കുട്ടിക്ക് ശരിക്കും ഒരു ടീച്ചർ അപ്പുറത്തിരുന്ന് ക്ലാസ് എടുക്കുന്ന അതേ ഫീലിലാണ് ക്യൂബ് മാത്സ് ക്ലാസ്സസ് പോകുന്നത്. അതുപോലെ തന്നെ IIT, കാംബ്രിഡ്ജ് എന്നിവയുള്ള എക്സ്പേർട്സ് ആണ് ഇതിലുള്ള ഓരോ ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ വെബ്സൈറ്റ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ക്ലാസ്സസ് ആയാലും ഒക്കെ
കുട്ടികൾക്ക് മാത്സ് പഠിക്കുമ്പോൾ ആ ഒരു മടുപ്പോ കാര്യങ്ങളോ ഫീൽ ചെയ്യാത്ത രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ക്ലാസ് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ട്രയൽ ക്ലാസ് ഫ്രീ ആയിട്ട്. അപ്പോൾ ഫ്രീ ക്ലാസ് ബുക്ക് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ നമ്മൾ ക്യൂമാറ്റ്സിൻ്റെ സൈറ്റിൽ ചെക്ക് ഫ്രീ ക്ലാസ് സ്ലോട്ട് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക. നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, പിൻകോഡ് എന്നിങ്ങനെയുള്ളതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഗെറ്റ് OTP എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP നമ്മുടെ ഫോൺ നമ്പറിലോട്ട് വരും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കുട്ടിയുടെ പേര്, അതുപോലെ തന്നെ ക്ലാസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞാൽ ക്ലാസ് ഏത് സമയത്താണോ വേണ്ടത് ഡേറ്റും സമയവും കൃത്യമായിട്ട് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ലാപ്ടോപ്പോ ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ്, വെബ് ക്യാമറയുള്ള ഡെസ്ക്ടോപ്പ് ഉണ്ടാവണം. ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടായാലാണ് ക്ലാസ് എടുക്കാൻ പറ്റുക. അതവർ ചോദിക്കുന്നുണ്ട്. ആ ഓപ്ഷനിൽ യെസ് കൊടുക്കുക. ഇനി നമുക്ക് ഏത് സബ്ജക്റ്റാണോ വേണ്ടത്, മാത്സോ കോഡിംഗ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം കൺഫേം സ്ലോട്ട് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാസ് ബുക്ക് ചെയ്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കും. 1 hour ക്ലാസ്സാണ് ഉണ്ടായിരിക്കുക. ഒരു ടീച്ചറും ഒരു കുട്ടിയായിരിക്കും ക്ലാസ്സിലുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും. അത് ട്രൈ ചെയ്ത് നോക്കി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ ഫീസൊക്കെ അടച്ച് പിന്നെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്യൂമാറ്റ്സിന്റെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് പെയിന്റുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് സിന്തറ്റിക് ഇനാമൽ പെയിന്റാണ്, ഗ്ലോസി പെയിന്റാണിത്. ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ടയർ കൊണ്ട് ഉണ്ടാക്കിയ ചട്ടികളുണ്ട്. അപ്പോൾ അതും ഒന്ന് പെയിൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ കുറച്ച് പഴയ ടയറുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് പുതിയ രീതിയിൽ ഒരു എന്തെങ്കിലും ചെടികളൊക്കെ വെക്കാനുള്ള എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മളിന്ന് ചെയ്യണേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ പെയിൻറ്റിങ് ആരംഭിക്കാം. ഇപ്പോൾ ചെറിയ ചട്ടി നമുക്ക് ഇത് ചെയ്യാം. എന്താണ് ചെയ്യാൻ പോണേ? പെയിൻറ്റ് ചെയ്യാം. മുഖം പെയിൻറ്റ് അടിക്കരുത് മേ. അപ്പോൾ ആരുള്ള എൻ്റെ കൂടെ ആയിരുന്നു? റോച്ചു. ഗുഡ് മോർണിംഗ്. ചേച്ചിനെ കൊണ്ടുവരാനായിട്ട് അപ്പൊ നമ്മളിതേ വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ ചേച്ചീനെ കൊണ്ടുവരാൻ വന്നതാ, ഐസക്കുട്ടീനെ കൊണ്ടുവരാൻ വന്നതാ പള്ളിയിലേക്ക്. അപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ റോച്ചും ഉണ്ട് അല്ലേ. റോച്ചും അമ്മയും കൂടിയിട്ടാ വന്നത്. അപ്പൊ ചേച്ചി വന്നാൽ നമുക്ക് പോവാം. ചേച്ചി ഇന്ന് റെഡ് കളർ ഡ്രസ്സാ, റെഡ് പാവാടയും ഷോളൊക്കെ ഇട്ടിട്ട് വലിയ ആളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചില സമയത്ത് തിരക്കൊക്കെ വരണ സമയത്ത് ഞാനങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അവൾക്ക് വിഷമമാവും, പിന്നെ അവർ പറയില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്നവർ പറയുന്ന ആ കഥകൾ ഇങ്ങനെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അത് പറയണേ. അപ്പോൾ അതുകൊണ്ട് അത് കേട്ടിരുന്ന് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകുന്ന വഴിയിൽ കടയിലൊന്നും ഇറങ്ങി, സൂപ്പർ മാർക്കറ്റിലൊന്നും ഇറങ്ങി 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ സമയം 9:15. കുട്ടികളെ ബെസ്റ്റ് ഇതായിരിക്കും ആനക്കുട്ടിയുടെ പടമുള്ളത് മൂട്ടുപത്തിലുണ്ട്. 2 പാലും കുപ്പിയാ പാലുക്കാനാ ഉണ്ണിക്ക് മാസ്ക് ശരിക്കും വെച്ചേ. അടുക്ക ചെറുതെടുത്താൽ മതി. അടുത്ത ഫ്രീ എന്താ കണ്ട് എഴുതിയിട്ടില്ല, ബ്രഷ് ഇൻസൈഡ് നിന്ന് അടുത്ത ചെറുതെടുത്ത് മറ്റേ 35 രൂപ 25 രൂപ എടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ കട്ടികളയണം കടയിൽ. അതല്ല നല്ലത് എടുക്ക്, വേറെ എടുക്ക്, തുറന്നു നോക്ക്. എല്ലാ കളേഴ്സും പൊട്ടാണ്ട് നീറ്റായിട്ടുള്ളത് വേണം നോക്ക്. ഇത് കൂടുതൽ കളേഴ്സ് ഉണ്ട് കേട്ടാ. റോസാൻ വിലല്ലേ, തീരെ വിലല്ലേ, പെട്ടെന്ന് ഒടിയും ചോദിച്ചില്ല. അപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇഡ്ഡലിയും ചമ്മന്തിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. 9:30 ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പഴയ പടം കളിച്ചുകൊണ്ടിരിക്കുകയാണ് TV-യിൽ. നായര് പിടിച്ച പുലിവാൽ എന്ന് പറഞ്ഞ മൂവി. അതിലൊരു പുലിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ റോസുവിന് അത് കാണണം. അപ്പോൾ പിന്നെ അതിരുന്ന് കണ്ടു. ഭക്ഷണം കഴിക്കുന്ന നേരത്തെ കുറച്ച് നേരം TV വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകും. അതാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് കുറേ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യണേ. നമ്മൾ കുറേ പേര് പറയാറുണ്ട് തോട്ടത്തിലെ ജോലികൾ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഞാൻ അധികം തോട്ടത്തിൽ പണികൾ ചെയ്യൽ കുറവാണ്. പുറത്തെ പണികൾ വളരെ കുറവാണ് ഞാൻ ചെയ്യൽ. വീടിൻ്റെ ഉള്ളിലുള്ള കലാപരിപാടികളാണ്, ഡെക്കറേഷൻ ആയാലും എല്ലാം നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ വെറൈറ്റി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇസക്കുട്ടിയും റോസുമാണ് ഇന്ന് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റും റെഡും കോമ്പിനേഷനിൽ ഒരു ടയറും ഒരെണ്ണം റെഡും വൈറ്റും യെല്ലോ കളറിലുമാണ് പെയിൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റ് തന്നെ വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ടയറുമ്പോൾ പെയിൻറ്റ് പിടിക്കില്ല. പിന്നെ അത് വെയിൽ അതല്ലെങ്കിൽ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ അത് പോവാതിരിക്കാനായിട്ട്. അപ്പോൾ പെയിൻറ്റ് നന്നായി മിക്സ് ചെയ്ത ശേഷം പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവരെ കൊണ്ട് ഞാൻ ഫസ്റ്റ് കോട്ട് രണ്ടാൾ ഇസയും റോസും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സെക്കൻഡ് കോട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത്ര ഫിനിഷിങ്ങിൽ അവർക്ക് ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ സെക്കൻഡ് കോട്ട്. ഫസ്റ്റ് കോട്ട് അവരെ കൊണ്ട് അടുപ്പിച്ചപ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. ഇതായപ്പോൾ ഇങ്ങനത്തെ പെയിൻ്റ് അല്ലേ, ഗ്ലോസി പെയിൻ്റ് അല്ലേ. പെയിൻറ്റ് ചെയ്ത് ഞങ്ങളത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ പേപ്പറുമ്പോൾ ഉണങ്ങാൻ വെക്കരുത് കേട്ടോ, ഒട്ടിപ്പിടിക്കും. പേപ്പറുമ്പോൾ എവിടെയെങ്കിലും ചാരി വെക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് ഞാൻ അകത്ത് വന്നിട്ട് ഇന്ന് എനിക്ക് ക്ലീനിങ്ങോ കാര്യമൊന്നും വലിയ കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. കാരണം പെയിൻറ്റിങ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ എൻ്റെ നേരെ ഒരുപാട് പോയി. ഞാൻ ഇപ്പോഴാണ് സാധാരണ ക്ലീനിങ് ചെയ്യില്ല. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യാണ്ടിരുന്നല്ലോ, അത് വെയിലത്ത് വെച്ച് ഉണങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് സെക്കൻഡ് കോട്ട് അടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹോളും ഡൈനിങ് ഏരിയയും മാത്രം ഒന്ന് അടിച്ചിട്ടിട്ട് അവസാനിപ്പിച്ചു. ബാക്കി റൂമുകളൊന്നും കാര്യമായി ഒന്നും തന്നെ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തന്നെ ഒതുക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു അനാർക്കലി ടോപ്പാണ്. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം വാങ്ങിയതാണ്. സൂപ്പർ ടോപ്പാണ്. ഫസ്റ്റ് വാഷിൽ കളർ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, യെല്ലോവും ഇതിൻ്റെ ബ്ലൂ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ സെക്കൻഡ് വാഷിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല രസമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പും കൂടിയാണ് കേട്ടോ. ഈ പെയിൻറ്റിൻ്റെ ബോക്സ് കിട്ടിയോണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവൾ പെയിൻറ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഇസക്കുട്ടിയുടെ കയ്യിൽ ഓൾറെഡി വേറെ പെയിൻറ്റിൻ്റെ ഇതൊക്കെ ഉണ്ട്. അവൾ നന്നായി സൂക്ഷിച്ചൊക്കെ വെച്ചുകൊണ്ട് കേടായില്ല. രണ്ടാൾക്കും ഒപ്പത്തിനൊപ്പം എല്ലാം മേടിക്കുക. പക്ഷേ ഇവളുടെ പെട്ടെന്ന് കേടായി പോകും, അവളത്ര സൂക്ഷിക്കാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ചീത്തയായി പോയതുകൊണ്ടും പിന്നെ അവൾ കുറേ യൂസ് ചെയ്യും കേട്ടോ പെയിൻറ്റൊക്കെ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിൻറ്റിങ്. പക്ഷേ അത്രയും നീറ്റായിട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവളുടെ പെട്ടെന്ന് കേടായിപ്പോയി. അതുകൊണ്ടാണ് രണ്ടാമത് അവൾക്ക് വാങ്ങിയത്. ഇസക്കുട്ടി അവിടെ ഇരുന്നിട്ട് വേറെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അവൾ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, കട്ടിയുള്ള ഷീറ്റുമേ ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് എന്തോ പെയിൻറ്റിങ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ട് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറ്റാവുന്ന കുട്ടികളെ ഞാൻ ടി വിയും അതുപോലെ ഫോണും ഒക്കെ കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എപ്പോൾ നോക്കിയാലും വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ബോറടിക്കുന്നു, ഞങ്ങൾക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുട്ടികൾക്ക് പതിവായി പറയുന്ന കാര്യമാണെന്ന് തോന്നുന്നു. എനിക്കെന്നെ അറിയുന്നില്ല എന്താ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇസക്കുട്ടി എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാട്ടോ. ഐ ലവ് യു എന്ന് എഴുതിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ് കാർഡ് കേട്ടോ. ഇനി ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ വീട്ടിലത്തെ നോക്കട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പോകണം. കോളിഫ്ലവർ മിക്കവാറും വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കറിയോ അല്ലെങ്കിൽ ചില്ലി കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മഞ്ഞൾ വെള്ളത്തിൽ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒന്നും കൂടി എടുത്തിട്ട് നന്നായി വാഷ് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഞാനൊന്ന് അല്പം വേവിച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും ചോറ് തലേദിവസത്തെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അവിടെ ഊറ്റി വെക്കുകയാണ്. വേറെ ചോറ് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് കുറച്ച് വേവിച്ചാൽ മതി, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പ്ലാൻ. പിന്നെ നമ്മൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് വെള്ളരിക്ക ചേർത്ത മോര് കറിയും പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പേരി. അപ്പോൾ വെള്ളരിക്കൊക്കെ ചോപ്പ് ചെയ്ത് എല്ലാം എടുക്കാണ്ട് കേട്ടോ. സാധാരണ മോര് കൂട്ടാനാണ്, പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. മിക്കവാറും ഇസക്കുട്ടി എപ്പോഴും എൻ്റെ കൂടെ ഹെൽപ്പിനുണ്ടായിരിക്കും. എനിക്കിങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടെ നിൽക്കാനായിട്ട് സംസാരിച്ച് ഇങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പിന്നെ ഫാസ്റ്റായിട്ട് ചെയ്യും. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജോലികൾ ഇത്തിരി സ്ലോ ആവും. എനിക്ക് പൊതുവേ ജോലികൾ വേഗം അടുക്കളയിൽ നിന്ന് പണികൾ ചെയ്ത് പുറത്തേക്ക് പോകണം. കുറേ നേരം അടുക്കളയിൽ നിന്ന് തിരിയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ പണികൾ കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് അപ്പോൾ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ വേഗം 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 കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും അവൾ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക, എന്താണ് ഞാൻ ചെയ്യണേ, എനിക്കൊന്ന് ചെയ്യാൻ തരുമോ, അല്ലെങ്കിൽ ട്രൈ ചെയ്യട്ടെ. പക്ഷെ ഇന്ന് അവൾ ഇങ്ങനെ ചെയ്യാനൊക്കെ നിന്നിട്ട് അവളുടെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, സ്പൂൺ ചൂടുണ്ടായിരുന്നു, അമ്മ പോയി പിടിച്ചിട്ട് കൈ പൊള്ളി. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ കുക്കിംഗ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ അമ്മമാരെ കൂടെ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബി കെയർഫുൾ. അപ്പോൾ എന്തായാലും മുകളിൽ അവിടെ അമ്മച്ചിക്ക് എന്തോ തയ്ക്കാനുണ്ടായിരുന്നു, അപ്പോൾ അവരവിടെ ഇരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ആയിട്ട് അപ്പോൾ റോസും അവിടെ എന്തൊക്കെയോ കളിച്ച് നടക്കുമായിരുന്നു ആ നേരം. ഇസിയും ഞാനും താഴത്ത് പാചക പുരയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിനി കോളിഫ്ലവറിൻ്റെ ഫ്രൈ ചെയ്യാനുള്ളതൊന്ന് ഞാൻ പുരട്ടി വെക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, വെള്ളം ചേർത്താലും മതി. ആവശ്യത്തിന് ഉപ്പും അല്പം വേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മുട്ട ചേർത്ത് കൊടുക്കണമെങ്കിൽ പിന്നെ അത് മതി, വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ മിക്സ് ചെയ്തിട്ട് ഭയങ്കര തിക്ക് ബാറ്റർ ആവരുത്, ഒരു പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി, ഈ ഒരു രീതിയിലൊക്കെ ഒരു ബാറ്റർ ആക്കി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക.
ഇത്രയേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് അത്രയും നല്ലത്. അപ്പോൾ നന്നായിട്ട് ആ കോട്ടിങ്ങൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെക്കട്ടെ. ഇവിടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം കോളിഫ്ലവർ വെച്ചിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കൂട്ടാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളരിക്ക് വേവാൻ കുറച്ച് സമയം എടുക്കും. തേങ്ങയുടെ അരിപ്പും അതുപോലെ തന്നെ തൈരും ഒക്കെ ചേർത്ത് നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മളവിടെ നിന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കറികളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പച്ചക്കറികൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. പണികൾ കഴിഞ്ഞ് വേഗം വന്ന് ആ ടൈം പിന്നെ അടുക്കളയിൽ കിടന്ന് വേറൊരു കാര്യത്തിലും ശ്രദ്ധിക്കാത്ത അങ്ങനെ അങ്ങോട്ട് നിന്ന് ചെയ്താൽ പെട്ടെന്ന് തീരും. വേറെ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ പണി ഇങ്ങനെ പെൻഡിങ് ആവും. എനിക്കത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കുറേ നേരം എടുക്കും അടുക്കള പണി കഴിയാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രീ കിട്ടണം, എന്നാലല്ലേ നമുക്കൊരു റിലാക്സ് കിട്ടുള്ളൂ. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഒരു ഉപ്പേരി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം. അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും അപ്പച്ചനെ അരിഞ്ഞു തന്നാ കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ അപ്പച്ചനായാലും അല്ലെങ്കിൽ ഹസ്ബൻഡായാലും ഒക്കെ അങ്ങനെ ഇഷ്ടമാണ്. വന്നൊക്കെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്ത് തരുമ്പോൾ അത് വലിയൊരു ഹെൽപ്പല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ഞാനിനി ആ നേരം കൊണ്ട്, അത് വേവുന്ന നേരം കൊണ്ട് വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. അവിടെ അടുത്തുള്ള പണികളൊക്കെ വേഗം ചെയ്ത് തീർത്താൽ ലാസ്റ്റിലേക്ക് പാത്രം കഴുകാൻ മാറ്റി വയ്ക്കും നമുക്ക് പണി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ കാണാൻ ഉപ്പേരി കാണാൻ എന്തൊരു ഭംഗിയല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ റോസുവിന് തേങ്ങ ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല ഉപ്പേരി. തേങ്ങ പൊതുവേ അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ തേങ്ങ ചേർക്കാതെ ആയിട്ട് ഇന്നത്തെ ഉപ്പേരി കാച്ചി എടുത്തത്. കോളിഫ്ലവറിൻ്റെ കോട്ടിങ് നന്നായി പിടിച്ചിട്ടുണ്ട്. കോളിഫ്ലവർ എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ലതായിട്ട് ഫ്ലെയിം വെക്കുക, ചൂടാക്കുക എണ്ണ, അത് കഴിഞ്ഞ് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഫ്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ തീ വല്ലാതെ കുറച്ച് എണ്ണ കുടിച്ച മതിയാവും, ഒരു രസം ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഉള്ളു നന്നായി വേവുകയും ചെയ്യും, ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. നേരത്തെ ഞാൻ കുറച്ച് വേവിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ നിൽക്കുന്ന നേരം കൊണ്ട് കുറച്ച് കുഞ്ഞു ജോലികൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്പീഡ് പോലെ ഇരിക്കും. എന്നാൽ പോലും നമുക്കിപ്പോൾ സിങ്ക് സ്ക്രബ് ചെയ്തിടെ, പാത്രങ്ങൾ കഴുകിയത് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞു ജോലികൾ ചെയ്യുമ്പോൾ ഈ ഭക്ഷണമൊക്കെ വേവുന്ന നേരം കൊണ്ട് നമ്മുടെ പണികൾ നമുക്ക് ചെയ്ത് തീർക്കരുത്. പലരും ചെയ്യുന്ന കാര്യമായിരിക്കും കേട്ടോ. ചെയ്യണില്ലെങ്കിൽ പറഞ്ഞു എന്ന് മാത്രം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ടിപ്സ് പറയുന്ന അതല്ലാതെ നമുക്ക് വലിയ ടിപ്പൊന്നും പറഞ്ഞു തരാനില്ല. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ചട്നിയോ സോസോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിക്കാനായാലും ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴേക്കും സംഭവം ചിലപ്പോൾ കഴിയും. അതുകൊണ്ട് ഞാൻ ആ ലഞ്ച് കഴിക്കാൻ നേരം ആകുമ്പോഴേക്കാണ് ഫ്രൈ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് തുണികൾ അലക്കിയതൊക്കെ എടുത്തിട്ട് വരാനുണ്ട്. മുകളിൽ അലക്കി ഇങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ദിവസം പെൻഡിങ് ആയാൽ പിന്നെ തുണികൾ കൂടും. പിന്നെ ഫോൾഡ് ചെയ്യാൻ ഒരുപാട് തുണികളാവും. ഇന്ന് അതുകൊണ്ട് മടക്കാൻ കുറേ തുണികളുണ്ട്. അപ്പോൾ തുണികൾ അലക്കിയതൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും റോസ് ഓരോരോ കോളിഫ്ലവറുകളായി ഇങ്ങനെ എടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അങ്ങനെ വെച്ചാൽ ബാക്കി ആർക്കും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും ചോറുണ്ടോ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ചോറ് ഇട്ടെടുത്ത് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞത് എന്തോ സിനിമ കണ്ടപ്പോൾ അത് കണ്ടെന്നിരിക്കുകയാണ് ഉറങ്ങാണ്ട്. അപ്പം ഞാൻ ആ നേരം കൊണ്ട് കുറച്ച് എൻ്റെ ജോലികൾ കുറച്ചൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് ചെയ്തു. സുന്ദരി അവിടെ ഇരിക്കണ്ടല്ലോ നോക്കിയിട്ട്. ആര് പറഞ്ഞു എന്നെയാ നോക്കണേ സുന്ദരി? അപ്പോൾ സമയം 3:30 കഴിഞ്ഞു. ചായ കുടിക്കാനുള്ള സമയം ആവാറായി. അപ്പോൾ നമ്മൾ ചക്കട ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ് ചായക്ക് കഴിക്കാനായിട്ട്. ചില ദിവസങ്ങൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, ചില ദിവസം പറ്റില്ലെങ്കിൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ ചക്കട ഉണ്ടാക്കുന്ന പലർക്കും അറിയാമെന്ന് വിചാരിക്കും. റെസിപ്പി ആയിട്ടൊന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അമ്മച്ചി ഓൾറെഡി ചക്ക വേവിച്ച് ശർക്കര ചേർത്ത് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി അപ്പോൾ അരിപ്പൊടിയും തേങ്ങയും ഒക്കെ ചേർത്ത് ഈ പറഞ്ഞ പോലെ ശർക്കരയും നമ്മുടെ ചക്കയും കൂടി മിക്സ് ചെയ്ത ആ ഒരു ഇതും ചേർത്ത് കൊടുത്ത് ഒക്കെ നമ്മൾ ചുക്കുപൊടിയൊക്കെ ചേർത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ അട പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഇസേനെ റോസിനൊക്കെ വിളിക്കും. കാരണം ഭയങ്കര ബോറടിയല്ലേ. അപ്പോൾ ബോറടി മാറാൻ പറ്റിയ ജോലികളാണ് ഇതെല്ലാം തന്നെ. കുട്ടികൾക്ക് ബോറടിക്കുമ്പോൾ അവരെപ്പോഴും ചോദിക്കാനുണ്ട് ടി വി വെക്കി, ഫോൺ തായോ, ഇതാണ് അവർ സ്ഥിരം ചോദിക്കുക. പക്ഷെ പറ്റാവുന്നത് അത് കൊടുക്കാണ്ട് എങ്ങനെയെങ്കിലും ഞാൻ മാറ്റി ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും പരമാവധി. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷെ അങ്ങനെ ചെയ്ത് വരുമ്പോൾ അവർ പിന്നെ മറന്നു പോകും ഫോണിൻ്റെ കാര്യമൊക്കെ.
അപ്പോൾ ഏതായാലും അടയൊക്കെ വേവിച്ച് ദേ നല്ല പ്രത്യേകിച്ച് അന്നത്തെ ദിവസം മഴ പെയ്യാൻ പോകുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല ഒരു കട്ടൻ ചായയും ഒരു പീസ് അടയും അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ചൂടുള്ള ഫുഡൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എനിക്കതുപോലെ തന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി മഴ വരുന്ന ക്ലൈമറ്റിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് മടി പിടിച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഴക്കാലം വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം റൂമിലിങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലേ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ തന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നും ആ സമയങ്ങളിലൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് അട കഴിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ബാക്കി പണിയിലോട്ട് പോവാണ്. ടയർ ആ ഒരു പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി ഇരുന്ന് പെയിൻറ്റ് ചെയ്ത് സെക്കൻഡ് കോട്ട് പെയിൻറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇസക്കുട്ടിക്കും റോസുവിനും ഞാനങ്ങനെ ഫേസ് വരച്ചില്ല ചെടിച്ചട്ടികളും. അപ്പോൾ അവർ പെയിൻറ്റ് വെച്ചിട്ട് അവർക്ക് വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ചട്ടികളും ഒക്കെ ഇരുന്ന് ഫേസ് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാളും കൂടി. അപ്പോൾ അവിടെ റോസും എന്തോ ഭയങ്കര പരിശോധനയാണ്. കാരണം എന്തോ അവളുടെ ബോളോ എന്തോ ചേച്ചി എടുത്തോണ്ട് പോയി. അപ്പോൾ അത് ഒളിപ്പിച്ച് വെച്ച് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കണേ. നമ്മൾ എന്താണോ ചെയ്യുന്നത് കൂടുതലായി ചെയ്യുന്ന കാര്യങ്ങൾ അവരത് കണ്ടു പഠിക്കും. അപ്പോൾ ഞാൻ ആ ഫേസ് നിന്നിങ്ങനെ കാലത്ത് വരയ്ക്കുന്നത് കണ്ടപ്പോൾ റോസുവിന് അപ്പം വരയ്ക്കണം. അപ്പോൾ അവളുടെ ആ പെയിൻറ്റ് വാങ്ങിയ പെയിൻറ്റ് വെച്ചിട്ട് സാധാരണ പെയിൻറ്റാണ് പേപ്പറും അടിക്കുന്ന പെയിൻറ്റ് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു മൺചട്ടിയും അവളും ഫേസ് വരയ്ക്കുകയാണ്. അപ്പോൾ കണ്ടില്ല, നമ്മൾ തന്നെയാണ് മക്കളുടെ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ അവരെ ചെയ്ത് കാണിക്കാതെ അവർ പഠിക്കും. അപ്പോൾ നമ്മളതങ്ങനെ ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ആവാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. നമ്മൾ ചെയ്യുന്ന ചീത്ത കാര്യങ്ങളായാലും അവർ പഠിച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് പറ്റാവുന്നതും നല്ല കുട്ടികളായിട്ട് നമ്മളും പെരുമാറാം അവരുടെ മുമ്പിൽ. അപ്പോൾ 5:30-6 മണിയോടുകൂടി നമ്മളെല്ലാവരും ഫ്രഷൊക്കെ ആയി വന്ന് 6:30 ആകുമ്പോൾ പ്രയർ കഴിഞ്ഞ് വന്നു. 7 മണിക്ക് ഞാനിങ്ങോട്ട് വന്നു, അടുക്കളയിലോട്ട് വന്നു. അവിടെ അവർ സീരിയലൊക്കെ കണ്ട് ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പൂരിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എഗ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്, കോഴിമുട്ട കറി. അപ്പോൾ പൂരി പ്രസ് വെച്ച് ചെയ്യണതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ ഞാൻ വേഗം ചെയ്യാണ്. ഈ സെയിം റോസും അവിടെ അതൊക്കെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ട്. പക്ഷേ മിക്കവാറും സമയത്ത് അവരിത് ചെയ്യുന്ന സമയത്ത് തല്ലുകൂട്ടം തന്നെയായിരിക്കും. അവസാനം ഞാൻ അങ്ങനെ ബഹളടിച്ച് ചിലപ്പോൾ ഞാൻ പറയാം അവസാനം പൊക്കോന്ന് പറയും കേട്ടോ. കാരണം ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചപ്പാത്തിയൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മാവിന് ബോളൊക്കെ ആക്കി വരുമ്പോൾ രണ്ടാളും കൂടി അത് വെച്ചിട്ട് ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കലും കളിക്കലും. അതുപോലെ തന്നെ എന്നോട് വന്നിട്ട് പറയാം, അമ്മ ഇത് അവർ ഓരോ ഷേപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ ഫ്രൈ ചെയ്യാൻ പറയും വന്നിട്ട്. അപ്പോൾ അവസാനം എനിക്ക് ദേഷ്യം വന്നു തുടങ്ങും, എൻ്റെ പണിയും ചുറ്റും. അപ്പോൾ ഞാൻ പറയും പോകുന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം ഇവരെ പണിക്ക് വിളിച്ചാലും വലിയ ഗുണമൊന്നുമില്ല. ചില സമയത്ത് തല്ലൂട്ടൊക്കെ ആയിട്ട് നമുക്ക് തോന്നും നമ്മൾ തന്നെ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ദേശക്കുട്ടിയായിട്ടാ സവാളയൊക്കെ അരിഞ്ഞു തന്നിട്ട് എനിക്ക് സവാളയൊക്കെ അരിഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുന്ന കണ്ട് അവിടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവളതൊക്കെ അരിഞ്ഞ് ഇങ്ങനെ തന്നു. പക്ഷെ സൂക്ഷിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അവളുടെ കൈ ആ ദിവസം പൊള്ളിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, വിരലിൻ്റെ അവിടെ ഒന്ന്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക കുട്ടികളായാലും കേട്ടോ. അപ്പോൾ എന്തായാലും ഇവൾ കുഞ്ഞിലെ തൊട്ട് ഇസക്കുട്ടി എൻ്റെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുട്ടിയായിരിക്കും കൂടെ വന്നിരിക്കും. ചില കുട്ടികൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എന്നാൽ റോസ് പലപ്പോഴും വരില്ല, അവൾ വല്ലയിടത്തും നീങ്ങി മാറിപ്പോവും. കറികളുടെ ഒക്കെ സ്മെല്ല് വന്ന ആൾ വന്നു നോക്കിപ്പോവും എന്നല്ലാതെ. അപ്പോൾ എന്തായാലും ഞാൻ വർത്തമാനം പറഞ്ഞ് നേരം പോയി. ഞാനപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, എഗ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ എഗ് കറി ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുന്നത്. സവാളയൊക്കെ വഴറ്റി അതിൽ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തു. പിന്നെ തക്കാളി ഞാനൊന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്, അന്നേരം ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായൊക്കെ വെന്ത ശേഷം അതിലേക്ക് നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നൊരു എക്സ്ട്രാ കാര്യം എന്ന് വെച്ചാൽ കടലമാവ് ഞാനൊരു ചെറിയ ടീസ്പൂൺ ഇത്തിരി വെള്ളം ചേർത്ത് കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്.
പിന്നെ അല്പം മല്ലിയിലയും കൂടി വിതറുക. അപ്പോൾ ഇതിൽ മെയിൻ ഒരു ടിപ്പ് എന്ന് പറയുന്നത് തക്കാളി ഞാൻ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ കടലമാവ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിടുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഏത് കറിക്കും കുറച്ച് ഗരം മസാല ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുത്താൽ സ്മെല്ല് ലാസ്റ്റിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ കോഴിമുട്ട ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഒരു വരഞ്ഞു കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിക്കായാലും പൂരി കഴിക്കുമ്പോഴായാലും ചോറിനും ഒക്കെ നല്ല കറിയാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ എന്തായാലും ഞങ്ങളിനി വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജോലിയാണ് തുണികൾ മടക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ തുണികൾ 2 ദിവസത്തെ പെൻഡിങ് ആയപ്പോൾ കുറേ മടക്കാനായി. അപ്പോൾ ഞങ്ങളിത് വേഗം തന്നെ അതൊക്കെ സ്പീഡിൽ മടക്കി വയ്ക്കുകയാണ്. വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസം കിട്ടാതെ ഇങ്ങനെ ഫാസ്റ്റാക്കി കാണിക്കുന്നതുകൊണ്ട്. പക്ഷേ ശരിക്കും ചെയ്യുമ്പോൾ ഭയങ്കര മടുപ്പുള്ളൊരു കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്ത് വരുമ്പോഴേ ഓട്ടോമാറ്റിക്കലി നമുക്ക് മടുപ്പ് വരിക സ്വാഭാവികമാണ്. നമ്മളുടെ ഇനി അടുത്തത് ഇപ്പോഴത്തെ സമയമാണ് സ്റ്റോറി ടൈം. ആ കണ്ണിൽ നിന്ന് മുടി മാറ്റിയിട്ട് വെച്ചു, മുഖം കാണാൻ പറ്റുന്നില്ല. അലാറം വെച്ചോളൂ. രാവിലെ എണീക്കാൻ അലാറം വെക്കണം. എന്നിട്ട് എണീക്കുന്നത് അമ്മയാണെന്ന് മാത്രം. അലാറം അവർ വെച്ചിട്ട് കണ്ണി കണ്ട സമയത്ത് വെച്ചിട്ട് എന്നെ ഉറക്കത്തിന് എനിപ്പിക്കാൻ 5 മണിക്കൊക്കെ. എന്നിട്ട് ഇവരവിടെ കിടന്ന് ഉറങ്ങും. എന്തിനാണ് അവ 5 മണിക്ക് അലാറം വെച്ചേക്കണേ? എൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് ഇന്നലെ അലാറം അടിച്ചടിച്ച് ഞാൻ എനിക്ക് അവസരം. ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോണത് ഒരു ബുക്കാണ്. ബുക്കിന്റെ പേരാണ് കുഞ്ഞുമാലയുടെ കൂട്ടുകാരി. ഇതില് എല്ലാം തബീതാന്റെ കുട്ടിയുടെയും കുഞ്ഞുമാലയുടെയും കുറിച്ചുള്ള കഥകളാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് കഥ വായിക്കാം. ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കഥയും എല്ലാം വായിച്ച് കഴിയാൻ പോകുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി വായിക്കാൻ പോവാണ്. ഫസ്റ്റ് കഥ വായിക്കാം. ഫസ്റ്റ് കഥയുടെ പേര് തബീത്തയുടെ കുസൃതി. തബീത്തയുടെ വീട്ടിൽ എല്ലാവരുമുണ്ട്. അമ്മയും അച്ഛനും വലിയമ്മച്ചിയും വലിയപ്പച്ചനും ഒക്കെ. പിന്നെ ഒരു പട്ടിക്കുട്ടനും ഒരു പൂച്ചക്കുട്ടി, പിന്നെ ഒരു കുസൃതിയാണ്. കൊച്ചു തബീത്ത പൊന്നു എന്ന് നീട്ടി വിളിക്കുമ്പോൾ കുഞ്ഞാട് ഓടി വരും. അവരെപ്പോഴും നല്ല സന്തോഷത്തിലാണ്. ഒരു ദിവസം കൊച്ചു തബീത്തയ്ക്ക് ഒരു കുസൃതി തോന്നി. പൊന്നുവിനെ ഒന്ന് കളിപ്പിച്ചാലോ? അവൾ പൊന്നു പറയാതെ ഒരു മുറിയിൽ പതുങ്ങിയിരുന്നു. തബീത്തയെ കാണാതെ പൊന്നു നീട്ടി കരഞ്ഞു. മേ മേ. അങ്ങനെ കളിക്കട്ടെ. അവൾ ഒന്നും കൂടി പതുങ്ങിയിരുന്നു. പുറത്തു പൊന്നു കൂട്ടുകാരിയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. മേ മേ. തബീത്തയെ കാണാതെ പൊന്നുവിന് ഒത്തിരി സങ്കടമായി. തബീത്ത, ഈ കൊച്ച് എവിടെ പോയി കിടക്ക? വലിയമ്മച്ചിയുടെ വിളി കേട്ട് തബീത്തയ്ക്ക് ചിരി വന്നു. വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. അല്ല, ഇവിടെ വന്ന് പതുങ്ങിയിരിക്കാണോ? നിന്നെ എന്തോരു നേരമായി പൊന്നു വിളിക്കുന്നു. പാവം. കരഞ്ഞു തളർന്നു. ഞാൻ വെറുതെ ഒരു തമാശ കാട്ടിയതാ. എങ്കിൽ ഓടി ചെന്ന് ക്ഷമ പറ. എന്റെ പൊന്നു കുഞ്ഞാട്, എന്നോട് ക്ഷമിക്കണമേ. പൊന്നു അവളെ മണത്തു നോക്കി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കണ്ടില്ലേ അതിന്റെ ഒരു സന്തോഷം? ഈ മിണ്ടാപ്രാണികളെ ഇങ്ങനെ കരയിപ്പിക്കല്ലേ തബീത്ത. എങ്കിലേ കുഞ്ഞുമാലയുടെ കൂട്ടുകാരിയാവൂ, വെള്ളിമച്ചു ഉപദേശിച്ചു. ഇനി ഇങ്ങനെ ചെയ്യില്ലെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. അത് നമ്മളെ കഥ ഇവിടെ തീർന്നിട്ടുണ്ട്. നല്ലൊരു കഥയായിരുന്നു. ഇതിൽ പറയുന്നത് നിന്റെ കുടുംബാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പം ഞങ്ങളിനി ഇറങ്ങാൻ പോട്ടെ. ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കമൻസിൽ പറയണം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കണ്ടന്റ് എന്ന്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ദിവസത്തിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഇതിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാണ്, ക്രാഫ്റ്റ് ആയാലും കുക്കിംഗ് ആയാലും ഒക്കെ തീർച്ചയായിട്ടും പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.